ഒരു ലഹരി മോചന ക്ലാസ്സാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും, നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ക്ലാസ് നമുക്ക് കിട്ടുന്ന പ്രതീക്ഷയോടെ വളരെയധികം സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മുടെ ക്ലാസ് എടുക്കുന്നതിന് എത്തിച്ചേർന്ന ശ്രീ ഹരീഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ക്ലാസ് എടുക്കാൻ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ ഒരു അവസരം ഒരുക്കി തന്ന പെൻഷനേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾക്കും വിശിഷ്യ പ്രസാദനം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും ഭാഗ്യമുള്ള ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. കാര്യം ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഭൂരിപക്ഷം ആൾക്കാരും എൻ്റെ അധ്യാപകരാണ്. ഇതിൽ പരം ഒരു ഭാഗ്യം ഒരു സ്റ്റുഡന്റിനും കിട്ടാനില്ല. അപ്പോൾ എന്നെ ഞാൻ ഒരിക്കൽ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഹരീഷ് HS എന്നാണ്. ഞാൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഇപ്പോൾ കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷൻ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ സ്വദേശം, അതായത് വീട് പരവൂരാണ്. ഞാൻ വിവാഹം കഴിച്ചത് പൂതക്കുളത്ത് നിന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് പൂതക്കുളത്ത് തന്നെയാണ്. എൻ്റെ വൈഫിൻ്റെ അമ്മൂമ്മ ഒരു പെൻഷനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ബന്ധുക്കളെല്ലാം ഇവിടെ ഉണ്ട്. ആരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും എൻ്റെ അധ്യാപകർ, പ്രത്യേകിച്ച് ഞാൻ പഠിച്ചത് കോട്ടപ്പുറം ഹൈസ്കൂളിലാണ്. അതേപോലെ തന്നെ ട്യൂഷന് ഞാൻ പഠിച്ചത് എക്സൽ ട്യൂട്ടോറിയലാണ്. അതിനുശേഷം ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഈ കാര്യം പറയുന്നത്, എന്നെ പഠിപ്പിച്ച ചിലപ്പോൾ എന്നെ മനസ്സിലാവാത്ത പല അധ്യാപകരും ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അവർക്ക് എന്നെ ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ അനുവാദം വാങ്ങിക്കൊണ്ട് ഈ ഒരു സെഷനിലോട്ട് പോവുകയാണ്. ഷായി സാർ ചിരിക്കുന്നു. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് കാര്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം മദ്യം, മയക്കുമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ കണ്ടെടുക്കുക, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുക എന്ന ഒരു ഉത്തരവാദിത്വമായിരുന്നു 2016 വരെ ഉണ്ടായിരുന്നത്. ആ 2016 ശേഷം ബഹുമാനപ്പെട്ട കേരള സർക്കാർ വിമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ഈ വിമുക്തിയിലൂടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും, വിശിഷ്യ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതിലൊരു ഭാഗം മാത്രമായിരുന്നു, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും സംഘടിപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു നീക്കം തന്നെ തുടങ്ങുകയുണ്ടായി. എന്നാൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇത് കൂടുതലായിട്ട് ഏറ്റെടുക്കുകയും ഇപ്പോൾ വിമുക്തി എന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മറ്റ് ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ മറ്റേത് ഡിപ്പാർട്ട്മെന്റിനേക്കാളും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതിനുപരിയായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിനു വേണ്ടി മാക്സിമം വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ട് രീതികളിലാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത്, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബോധവൽക്കരണ ക്ലാസുകൾ പരമാവധി നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ കേരളത്തിലെ 14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, ഗവൺമെന്റ് രാമറാവു ഹോസ്പിറ്റലിലാണ് ഈ ഡി അഡിക്ഷൻ സെന്ററിൽ ഡോക്ടറുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. ഇവിടെ IP-യും OP-യും ഉണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ചികിത്സ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലിംഗ് എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇവിടെ OP ചികിത്സയ്ക്ക് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടായിരിക്കണം. ബൈസ്റ്റാൻഡർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ IP ചികിത്സയ്ക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യുകയുള്ളൂ. ഈ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ചെറിയൊരു അറിവ് എല്ലാ ആൾക്കാരും, നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഭാഗത്തിലേക്ക് വരാം. എന്തിനാണ് ഈ ക്ലാസിന്റെ പ്രാധാന്യം? നമുക്കറിയാം,
നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ എൻ്റെ പ്രായത്തിനേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഓരോരുത്തർക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇരുന്നാൽ പോലും ഇപ്പോൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുകയാണ്, ഡേ അപ്പുറത്തെ വീട്ടിൽ ഒരു സംഭവം നടന്നു. ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ആൾ മാറിപ്പോയി കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? അയാളുടെ പുറകെ നടക്കും. എന്തിനാണ്? ഈ സംഭവം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം. അതിന് വേണമെങ്കിൽ നമുക്ക് നുണയെന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. എങ്കിൽ പോലും അറിയാനുള്ള ആഗ്രഹം. ഈ പ്രായത്തിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇവിടെ ഇരിക്കുന്ന ആൾക്കാര് ഒരു ചെറിയൊരു കാര്യം കേട്ടാൽ അതെന്താണ് എന്ന് അറിയാനുള്ള ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് അത് അറിഞ്ഞേ അടങ്ങൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ടീനേജറെ സംബന്ധിച്ചിടത്തോളം പുതിയത് എന്ത് എന്ന് അറിയാനുള്ള ആഗ്രഹം അവനോ അവൾക്കോ ഉണ്ടാവുന്നത് നമുക്ക് തടയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഈ പുതിയത് ഓരോന്നും ടേസ്റ്റ് ചെയ്യാനും എന്താണ് ഇതെന്ന് അറിയാനുമുള്ള ആഗ്രഹം എവിടെയാണോ ചെന്നെത്തുന്നത് അവിടെയാണ് ലഹരിയുടെ കണ്ണുകളിലേക്ക്, കൈകളിലേക്ക് നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ ചെന്നെത്തുന്നത്. അത് ഇന്ന് സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളുടെയും കോളേജുകളുടെയും അതേപോലെ തന്നെ പല സ്ഥലങ്ങളുടെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ലഹരി കണ്ണികൾ വ്യാപിച്ചു കഴിഞ്ഞു. നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, എൻ്റെ വീട്ടില് എൻ്റെ മക്കള് അടങ്ങി ഒതുങ്ങി കഴിയുന്നു, അവര് ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ല, പിന്നെ ഞാനെന്തിനാ ഇതിന് ഇടപെടുന്നത് എന്നുള്ള ചിന്താഗതിയാണ് ചിലപ്പോൾ ഇവിടെ ഈ കൂടിയിരിക്കുന്നതിൽ 90% ആൾക്കാർ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മുടെ വീട്ടിൽ ആരും ഉപയോഗിക്കുന്നില്ല, പക്ഷേ നമ്മൾ റോഡിലോട്ടൊന്ന് ഇറങ്ങി നടന്നു വരുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചുകൊണ്ട് സ്പീഡിൽ വരുന്ന ഒരു ബൈക്ക് വന്ന് നമ്മളെ ഇടിച്ചാൽ നമ്മുടെ വീട്ടിന്റെ ഗതി താറുമാറും. പ്രത്യക്ഷമായും പരോക്ഷമായും ലഹരി ഉപയോഗം നമ്മുടെ കുടുംബത്തെ സുഹൃത്തിനെ പോലെ പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എല്ലാ കാര്യങ്ങളും നമ്മളടുത്ത് പറഞ്ഞിരിക്കണം. ആ വീട്ടില് ആ കുട്ടി അന്ന് നടന്ന് അതിനുശേഷം അവനോ അവളോ സ്കൂളിൽ പോയി തിരിച്ചു വന്ന് കഴിഞ്ഞാൽ അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അല്ലാന്നുണ്ടെങ്കിൽ അമ്മൂമ്മ അപ്പൂപ്പനെ അടുത്ത് പറഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ബന്ധം നമ്മൾ എപ്പോ സ്ഥാപിക്കുന്നോ അതോടുകൂടി നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു. പല കുടുംബങ്ങളിലും ഇല്ലാത്തൊരു സംഗതി ഇതാണ്. എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഈ സംഗതി ഇല്ലാത്തത്? നമ്മൾ നോക്കുക, ഏതെങ്കിലും ഒരു വീട്ടിലെ വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞിട്ടൊന്ന് പോയി നോക്കുക. 7 മണി മുതൽ 9:30 വരെ ഞങ്ങളെ ആരെയും ശല്യപ്പെടുത്തരുത്. കാര്യം എന്താ? ഞങ്ങൾക്ക് സീരിയൽ കാണണം. ഈ കുട്ടി ചിലപ്പോ പോയി സ്കൂളും അതേപോലെ തന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരികയാണ്. തിരിച്ചൊരു 5:30-6 മണി വരെ ആയിരിക്കും വരുന്നത്. വന്ന് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആവുകയോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നിട്ട് ഈ പറയുന്ന ബ്രിം അല്ലെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ അടുത്തോട്ട് സമീപിക്കുന്നത്. നമ്മൾ 7 മണി തൊട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ബാരിയർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. 7 മണി തൊട്ട് 9:30 വരെ ഇനി എന്റെ പരിസരത്തോട്ട് വരരുത്, എനിക്ക് അവിടെ സീരിയലിൽ കാണാം. ഇന്ന് സുമേഷ് രമേശിനെ കൊല്ലുമോ ഇല്ലയോ, ഇതാണ് എനിക്കറിയേണ്ടത്. അല്ലാതെ എന്റെ കുഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഇവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്? മറ്റൊരു ആളെ തിരക്കി പോകുന്നത്. അവനോ അവൾക്കോ പറയുന്നത് കേൾക്കാൻ നമ്മുടെ ചെവി ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ കുഞ്ഞെന്ത് ചെയ്യും? അത് കേൾക്കാൻ സമ്മതമുള്ള ഒരാളെ തിരക്കി പോകും. അങ്ങനെ തിരക്കി പോകുന്നതില് 500-1000 ആൾക്കാർ നിൽക്കുകയാണ് അവനെയോ അവളെ കേൾക്കാനായിട്ട്. പക്ഷെ ആ 500-1000 ആൾക്കാർ പുറത്ത് നിൽക്കുന്ന ആൾക്കാരിൽ 500 പേരെടുത്താൽ 499 ആൾക്കാരും എന്താണ്? ഈ ലഹരിയുടെ കണ്ണിൽപ്പെടുന്ന ആൾക്കാരാണ്. ഇതാണ് നമുക്ക് പറ്റുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾക്കാൻ സമയമില്ല. 3 മണിക്കൂർ ഡെയിലി നമുക്ക് സീരിയൽ കാണാൻ സമയമുണ്ട്. 10 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സമയമില്ല? നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ സമയമില്ല. ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ സമയമില്ലാത്തടത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞ് വഴിതെറ്റി പോകുന്നത്. നാളെ നമ്മൾ ഈ 10 മിനിറ്റ് കൊടുക്കാത്ത ഈ സമയം കൊണ്ട് ഈ കുഞ്ഞ് മറ്റൊരാളെടുത്ത് പോകുന്നു. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, കുഞ്ഞ് രാവിലെ പോകുന്നു, സ്കൂളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ബസ്സിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ബസ്സിൽ കയറി ബസ്സിൽ പോകുന്നു. ഈ ബസ്സിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? സ്വാഭാവികമായി പെൺകുട്ടികളെടുത്ത് ഏതെങ്കിലുമൊക്കെ ആൺപിള്ളേർ വന്നിട്ടോ അല്ലെങ്കിൽ ആൾക്കാർ വന്നിട്ടോ എന്ത് ചെയ്യുന്നു? ഇന്ന് നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ലതാണ് കേട്ടോ, നല്ല കാണാൻ കൊള്ളാം എന്ന് പറയുന്നു.
എപ്പോഴാണോ ഈ കുട്ടിയുടെ മനസ്സിലോട്ട് ഈ കാര്യം പറയുന്നത്, ആ സമയത്ത് ഈ കുട്ടിക്ക് ടെൻഷൻ ഉണ്ടാവുകയാണ്. ഈ ടെൻഷൻ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മറ്റൊരാളോട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടെൻഷൻ റിലീസ് ആവും. പക്ഷേ മറ്റൊരാളോട് ഇത് പറയാൻ ആരെടുത്തത് പറയും? ഈ കുട്ടി അന്ന് സ്കൂളിൽ ചെല്ലുന്നു, ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് അതിന് ഇരിക്കാൻ പറ്റുന്നില്ല, കാര്യം കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ടെൻഷനാണ്. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് അതിന്റെ ജീവിതത്തിൽ നടന്നിരിക്കുകയാണ്, ഒരാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഈ ടെൻഷൻ ഇറക്കാനായിട്ട് ഈ കുട്ടി അച്ഛനെയോ അമ്മയോ സമീപിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അച്ഛനും അമ്മയും അവിടെ അടികൂടുകയാണ്, അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല. ഇനി അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ അടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ സീരിയലിന് മുമ്പേ ഇരിക്കുകയാണ്, അവരുടെ അടുത്തും പറയാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുഞ്ഞിന്റെ മനസ്സിൽ എന്ത് ചെയ്യുന്നു? ഈ ടെൻഷൻ സപ്രസ് ചെയ്തിരിക്കുന്നു. വീണ്ടും 2-3 ദിവസം കഴിയുമ്പോഴും ഇതേ ബസ്സിൽ പോകുന്നു, ഇതേ ആ പയ്യന്മാര് വന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നു. ഈ ഭയം എന്ന് പറയുന്ന ആ ഒരു സംഗതി ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുട്ടിയുടെ മനസ്സിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുന്നു? ആ പറയുന്ന ആളോട് ഒരു ചെറിയ ബഹുമാനം തോന്നുന്ന ഒരവസ്ഥയിലോട്ട് വരുന്നു. ഈ ചെറിയ ബഹുമാനം തോന്നുന്ന അവസ്ഥയിൽ എന്താണ് കാര്യം? ആ കുട്ടി മനസ്സിലുള്ള കാര്യം പറയാൻ അത് കേൾക്കാൻ മറ്റൊരാൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അത് ടെൻഷൻ അടിച്ച് നടന്നപ്പോ ഈ പയ്യൻ വീണ്ടും വന്ന് പറയുകയാണ്, അതിനെ പുകഴ്ത്തുകയാണ്. ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സും കൊള്ളാം, നല്ല രസമുണ്ട്, നീ സുന്ദരിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുഞ്ഞു മനസ്സിൽ എന്ത് ചെയ്യുന്നു? ആ പറയുന്ന ആളിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നു. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? പയ്യെ ഈ കുഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്നകന്ന് മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നത്. ഇപ്പോ നമ്മൾ പിടിക്കുന്ന കേസുകളിലെ ഒരു 90% ഈ പറയുന്ന ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ആ രീതിയിൽ പോകുന്ന പയ്യന്മാര് അവരുടെ ഒരു ചെയിൻ കണ്ണിയാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ക്യാരിയർ ആക്കുന്നതിന് വേണ്ടി പെൺകുട്ടികളെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് സ്നേഹം നടിച്ച് ഈ പെൺകുട്ടികളെ അടുത്തോട്ട് ക്ഷണിക്കുന്നു, അവരുടേതായ രീതിയിലാവുന്നു. പിന്നെ അവൻ എന്തു പറഞ്ഞാലും അവൾ കേൾക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ചെയ്യുന്നത്? അവൻ ഇവളെ ക്യാരിയർ ആക്കുകയാണ്. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിക്കുന്ന ക്യാരിയർ. പെട്ടെന്ന് പെൺകുട്ടികളെ പരിശോധിക്കത്തില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കൈവശം ഈ മയക്കുമരുന്ന് വെച്ചു കൊടുക്കും. എന്നിട്ട് ബൈക്കിലോ ബാക്കി എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് കറങ്ങും. അവർക്ക് കൊടുക്കാനുള്ള സ്ഥലങ്ങളിൽ ഈ സാധനം കൊടുക്കും. ഇത് നമ്മളായിട്ട് വരുത്തി വെച്ച ഒരു സംഗതിയാണ്. 10 മിനിറ്റ്, അധികമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ഇങ്ങനെ വഴിതെറ്റി പോയില്ലായിരുന്നു. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 3 സംഗതികളാണ്. കുട്ടികളെ വളർത്തുമ്പോൾ 3 സംഗതികൾ പ്രധാനമായിട്ട് ചെയ്യണം. ഒന്ന് എന്ന് പറയുന്നത് ട്രൈ ടു ബി എ മോഡൽ. നമ്മളൊരു മോഡലായിരിക്കണം. നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കൊച്ചുകുട്ടി മോഡലാക്കുന്ന ആരെയാണ്? സിനിമാ നടന്മാരെയാണോ? അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? ആരെയല്ല, അതിന്റെ അച്ഛനെയോ അതിന്റെ അമ്മയെയോ അല്ലെങ്കിൽ അതിന്റെ അപ്പൂപ്പനെയോ അമ്മൂമ്മയോ ആ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും അതിന്റെ മോഡലാക്കുന്നത്. ഈ മോഡലാക്കുന്ന ആള് രാവിലെ അവിടെ എഴുന്നേറ്റ് ഇരുന്നിട്ട് സൈഡിൽ ഇരുന്നിട്ട് കുഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ സേർട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുഞ്ഞിന്റെ മനസ്സിൽ എന്താണ്? എന്റെ മോഡൽ സേർട്ട് വലിക്കുന്നു, എനിക്കും നാളെ ഇത് വലിച്ചാൽ കുഴപ്പമില്ല. ഈ കുഞ്ഞ് വളർന്നു കഴിഞ്ഞതിന് ശേഷം കുറച്ചു നാൾ കഴിഞ്ഞിട്ട് അവനോ അവളോ ഈ പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മോഡലായിട്ട് കാണിച്ച അച്ഛനോ അപ്പൂപ്പനോ ചെന്നിട്ട് പറയാണ്, നീ എന്തോ കാണിച്ചിരിക്കുന്നത്, സെറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൂപ്പ വലിച്ചായിരുന്നല്ലോ അല്ലെങ്കിൽ അച്ഛൻ വലിച്ചായിരുന്നല്ലോ, പിന്നെ എനിക്കെന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടോ? നമുക്ക് മറുപടിയില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മോഡലാക്കുക. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്ന ഒരു കഥയിലൂടെ ഞാൻ പറയാം. തന്റെ കുഞ്ഞിനെ യോഗ ക്ലാസ്സിന് വേണ്ടി ഒരു അച്ഛൻ കൊണ്ട് യോഗ സെന്ററിൽ കൊണ്ടാക്കി. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സാറ് പറഞ്ഞു, ഇനി വീട്ടിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുക, അതിനുശേഷം കുട്ടിയെ യോഗ ചെയ്യിപ്പിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക. ഈ കുട്ടി എന്ത് ചെയ്തു? ആദ്യത്തെ ദിവസം രാവിലെ 7 മണിക്ക് എഴുന്നേറ്റു, യോഗ ചെയ്തു. 2ാമത്തെ ദിവസം നോക്കിയപ്പോൾ ഈ കുട്ടി കിടന്ന് ഉറങ്ങുകയാണ്. അച്ഛന് ദേഷ്യം വന്നു. നീ എന്തിനാ കിടന്ന് ഉറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി ഒന്നും മിണ്ടുന്നില്ല. ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് നേരെ എന്ത് ചെയ്യുന്നു? ഇയാള് ഈ യോഗ മാഷിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അവൻ ആദ്യത്തെ ദിവസം യോഗ ചെയ്തു, പിന്നീട് അവൻ പ്രാക്ടീസ് ചെയ്യുന്നില്ലെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം കാര്യങ്ങളെല്ലാം തിരക്കിയതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഈ കുഞ്ഞ് യോഗ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കിടന്നുറങ്ങാം. ഇതാണ് പ്രശ്നം. ആ കുഞ്ഞിന്റെ മോഡൽ ആരായിരുന്നു? അച്ഛനാണ്. അച്ഛൻ കിടന്നുറങ്ങുന്നു. കുഞ്ഞിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് യോഗ ചെയ്താൽ ആരോഗ്യം ഉണ്ടാവും, നീ നല്ല രീതിയിലാവും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അച്ഛൻ എന്ത് ചെയ്യുന്നു? കിടന്നുറങ്ങുന്നു. അപ്പൊ അച്ഛന് കിടന്നുറങ്ങാമെങ്കിൽ അച്ഛന് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ യോഗ ചെയ്യുന്നത്, ഞാനെന്തിനാ രാവിലെ തലയെ കുത്തിക്കുന്നത്? ഇങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ വേണ്ടത് എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങളുടെ മോഡലായി മാറുക. 2 പറയുന്നത് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇപ്പൊ കോവിഡ് കൂടെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കമ്മ്യൂണിക്കേഷനെല്ലാം എന്താണ്? എല്ലാവരുടെയും കയ്യിൽ മൊബൈലില്ലേ?
ഈ മൊബൈലാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. 2 നില വീടുണ്ടാകുന്നുണ്ടെങ്കിൽ താഴെ ഇരിക്കുന്ന 8 മണിയാകുമ്പോൾ അമ്മ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, മോളിൽ ഇരിക്കുന്ന മോക്ക് മെസ്സേജ് അയക്കും, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഉടനെ എന്ത് ചെയ്യുന്നു, മുകളിൽ ഇരിക്കുന്ന മോൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരാം അമ്മേ. ഇതാണ് ഇന്ന് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. വേറൊന്നും വേണ്ടല്ലോ. നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഒരു 7:30-8 മണിക്ക് സമയത്തൊന്ന് പോയി നോക്കും നിങ്ങൾ. അവിടെ ചെന്ന് കയറുന്നു, ആ വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുന്നു. കോളിംഗ് ബെല്ലടിച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പറയുന്ന ബന്ധുവിന്റെ ഒരു മകനോ മകളോ ചെവിയിൽ ഒരു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നേരെ വരുന്നു. എന്ത് ചെയ്യുന്നു, ഡോറ് തുറക്കുന്നു. ആരാണ് കയറി വരുന്നതെന്ന് പോലും നോക്കാതെ ആ മൊബൈലും ഹെഡ്സെറ്റുമായിട്ട് നേരെ നടന്ന് നോക്കിയപ്പോ അച്ഛൻ ഒരു മൊബൈലില് മറ്റേ വെറ്റിലയില് ഈ പറയുന്ന ചുണ്ണാമ്പ് തേക്കുന്ന കണക്ക് അവിടെ നിന്ന് തേച്ച് ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സഹോദരനെ നോക്കിയപ്പോ സഹോദരൻ എന്ത് ചെയ്യുകയാണ്, അവിടെ തകർത്ത് വെച്ച് ഇപ്പൊ ബൈക്ക് റേസ് ഇപ്പൊ പൊളിക്കും ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വീടുകളിൽ നിന്ന് കാണുന്ന സിറ്റുവേഷൻ. ആ വന്നു നിൽക്കുന്ന ആൾക്കാർ ഗസ്റ്റ് ആരാണെന്ന് പോലും അല്ലെങ്കിൽ സ്വന്തക്കാർ ആരാണെന്ന് പോലും നോക്കാനുള്ള ടൈം നമുക്കില്ല. ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ ആ രീതിയിലായി. ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് മാറുന്നോ അന്നേ നമ്മുടെ നാട് രക്ഷപ്പെടും. അല്ലാതെ നമ്മുടെ കുട്ടികള് മയക്കുമരുന്നിന് അടിമപ്പെട്ടു, അയ്യോ എന്റെ മോൻ പോയി, എന്റെ മോൻ പോലീസ് സ്റ്റേഷനിൽ പോയി, അവന്റെ കൂട്ടുകാരനാണ് കാരണക്കാരൻ, അല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാരാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ ഓരോരുത്തരുമാണ് അതിന്റെ കാരണക്കാരൻ. ആ കാരണം ഇതാണ്. നമ്മുടെ മക്കളെ നോക്കാൻ നമുക്ക് സമയമില്ല, മറ്റൊരാളോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. അധികമൊന്നും ഞാൻ പറയുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രം പറയാം. പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറയുന്ന കുട്ടികൾക്ക് റെഡിയായ സ്കൂളിൽ പോകണം, അച്ഛൻ്റെ ചിലപ്പോൾ ജോലിക്ക് പോകണം, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമാണ്. ഉച്ചയ്ക്കും ആരും കാണത്തില്ല. പക്ഷേ രാത്രി എല്ലാവരും വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ചിരുന്നത് ഡൈനിങ് ടേബിളിലായിക്കോട്ടെ തറയിലായിക്കോട്ടെ എവിടെയായാലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ വിളമ്പി കൊടുത്തിട്ട് മകൻ മകന്റെ റൂമിൽ പോകുന്നു, മകൾ മകളുടെ റൂമിൽ പോകുന്നു, മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന് ആഹാരം കഴിക്കുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക. എന്താ ഈ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചാലുള്ള ഗുണം? അന്നത്തെ ദിവസം ഞാൻ നേരത്തെ ആ കഥയിൽ പറഞ്ഞതുപോലെ ബസ്സിൽ വെച്ചുണ്ടായ സംഭവം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ആ കുഞ്ഞിന് ആഹാരം കഴിക്കാൻ പറ്റില്ല. എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല, കാര്യം കുനിഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആ കുഞ്ഞിന്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ അറിയാം എന്തോ ഒരു വിഷമം അവൾക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ആ വീട്ടിൽ വെച്ച് അവളെടുത്ത് അല്ലെങ്കിൽ ആ ഒരു സദസ്സിൽ വെച്ച് അവളെടുത്ത് അത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ ദേഷ്യപ്പെടും അല്ലെങ്കിൽ അമ്മ ദേഷ്യപ്പെടും. അങ്ങനെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റൂമിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പുറകെ പോയിട്ട് എന്താ മോനെ അല്ലെങ്കിൽ എന്താ മോളെ എന്നുണ്ടായെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി നിങ്ങളെ നേരെ തിരിഞ്ഞതിന് ശേഷം അമ്മേ അല്ലെങ്കിൽ അച്ഛ അല്ലെങ്കിൽ അമ്മൂമ്മേ അപ്പൂപ്പ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിന്ന് ആ കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നം, ആ ഒരൊറ്റ ദിവസം അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ പോലീസ് സ്റ്റേഷനിലോ ഈ പറയുന്ന രീതിയിൽ മയക്കുമരുന്ന് കണ്ണികളുടെ കൂട്ടത്തിലോ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഈ അവസ്ഥ നമുക്ക് എപ്പോൾ ഉണ്ടാക്കിയെടുക്കാം? ഇന്നു മുതൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കൂട്ടുകുടുംബം, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്ന കൂട്ടുകുടുംബം എന്നില്ലാതായോ അന്നാണ് ഈ പറയുന്ന ഒരു സംവിധാനം കൂടുതലായിട്ടുണ്ടായത്. മറ്റത് അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അതേപോലെ ബാക്കി എല്ലാ കുടുംബങ്ങളിലും ആരെങ്കിലുമൊക്കെ ആ വീട്ടിലുണ്ടാവുമ്പോൾ സ്വാഭാവികമായി കുട്ടികൾക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതില്ല. ഈ ഒരു സിസ്റ്റം ഇനി ഉണ്ടാവില്ല. കൂട്ടുകുടുംബം എന്ന് പറയുന്ന സിസ്റ്റം ഇനി ഉണ്ടാകത്തില്ല. വീണ്ടും 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 ഡിവൈഡ് ചെയ്ത് വീടുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഗതികളുണ്ട്. നമ്മുടെ മക്കളോട് കാണിക്കാൻ പറ്റുന്ന ഉത്തരവാദിത്വമുണ്ട്. ഈ ഉത്തരവാദിത്വം നമ്മൾ തീർച്ചയായിട്ടും കാണിക്കണം. മൂന്നാമത്തെ ഘടകം, ആദ്യമേ ഞാൻ പറഞ്ഞു, ഒന്നെന്ന് പറയുന്ന മോഡലായിരിക്കണം, രണ്ടെന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും നമ്മൾ കുട്ടികളെ അമിതമായി ഉപദേശിക്കാൻ പോകാൻ പാടില്ല. നമ്മൾ നോക്കുക, നമ്മൾ സ്വയമേ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇല്ലേ? പ്രായമുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആരെങ്കിലും ഉപദേശിക്കാൻ നമുക്ക് ഇഷ്ടമാണ്? ആണോ? നമ്മളത് എന്തെങ്കിലും പറയുമോ, അവ എന്നെ ഉപദേശിക്കാൻ വന്നേക്കുന്നു, ഞാൻ ഇത്ര വർഷം സർവീസ് അങ്ങനെ ഇരുന്നു, അന്ന് തന്നെ എൻ്റെ ഹെഡ് അല്ലെങ്കിൽ എൻ്റെ സാറന്മാരും ഉപദേശിച്ചില്ല, ഇപ്പോഴാ വീട്ടുകാർ ഉപദേശിക്കാൻ വന്നേ എന്നുള്ള ഒരു കോംപ്ലക്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആ കോംപ്ലക്സ് തന്നെ നമ്മുടെ മക്കൾക്കും ഉണ്ട്. നമ്മളല്ലേ മക്കൾ, ഒരു കാരണവശാലും പിന്നോട്ട് പോയില്ല, അല്ലേ? നമ്മളല്ലേ കുഞ്ഞുമക്കൾ, ഒരു കാരണവശാലും പിന്നോട്ട് പോയില്ല. അപ്പോ സ്വാഭാവികമായി നമുക്ക് അവരോട് ഉപദേശിക്കാനുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും അനുഭവത്തിലൂടെയോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കഥകളിലൂടെ ഏതെങ്കിലും പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടാക്കി അവരുടെ മനസ്സിലേക്ക് കൊണ്ടുകയറ്റുക. ഇല്ലാതെ നമ്മൾ നേരിട്ട് അവരെ ഉപദേശിക്കാൻ പോയാൽ നമുക്ക് പുല്ല് വില പോലും തരത്തുമില്ല, അവരെന്ത് ചെയ്യത്തില്ല, ഈ ഉപദേശം കേൾക്കത്തുമില്ല.
തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മക്കളിലോട്ടോ കുഞ്ഞുമക്കളിലോട്ടോ നമ്മൾ പകർത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യാതൊരുവിധ ലഹരി മാഫിയകളും നമ്മുടെ പിടിയിലോട്ട് വരില്ല. ഒരു ചെറിയൊരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 2014 നിങ്ങൾ ഇപ്പോൾ ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലില്ല, ആ ചാനലിൽ വന്നൊരു സംഗതിയാണ്. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ അന്ന് ഞാനന്ന് മണ്ണാർക്കാട് റേഞ്ചിൽ ജോലി ചെയ്യുകയാണ്. MES സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയി, ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കാനായിട്ട് പോയി. ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് TV ഓൺ ചെയ്തു. ഓഫീസിൽ TV ഓൺ ചെയ്തപ്പോൾ ഇന്ത്യ വിഷൻ ചാനലുകളിൽ 2 ബൈറ്റുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ജില്ലയായ കൊല്ലം ജില്ലയിലെ ഒരു ബൈറ്റാണ്. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, നിങ്ങൾക്കറിയാം, ആ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഒരു ബെഡില് ആരിയ്ക്കുകയാണ്? ഒരു കറുത്ത് മെലിഞ്ഞ് കഴുത്തിൽ ഒരു ചരട് മാത്രം ഇട്ട ഒരു അമ്മയിരുന്ന് കരയുകയാണ്. ചാനലുകാരെ മൊത്തം ചുറ്റും കൂടിയിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ്, അതായത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമുള്ള ഒരു കുഞ്ഞ് കിടക്കുകയാണ്. അവന്റെ കയ്യിലും കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. എന്താ സംഗതി എന്ന് ചോദിച്ചു. അമ്മയ്ക്കൊന്നും അറിയാൻ വയ്യ. കൂലിപ്പണിക്കാരിയായ അമ്മ, അച്ഛൻ കളഞ്ഞിട്ട് പോയതാണ്, ഉപേക്ഷിച്ചിട്ട് പോയതാണ്. എന്താ കാര്യമെന്ന് അറിയില്ല. 7ാം ക്ലാസ് വരെ നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. അവൻ പഠിച്ച സ്കൂളിലെ ബാക്ക് സൈഡിൽ മതിലില്ല. ആ സ്കൂളിലെ 8ാം ക്ലാസ്സിലായിരുന്ന സമയത്ത് ഇന്റർവെൽ സമയത്ത് അവൻ പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഒരു ദിവസം അവൻ നോക്കിയപ്പോ ബാക്ക് സൈഡിൽ ആ മതിലില്ലാത്ത ഭാഗത്ത് ഒരു ചേട്ടൻ ഒരു സൈക്കിൾ വന്നെന്ന് എന്തോ ഇങ്ങനെ വലിക്കുന്നതായിട്ട് അവൻ കണ്ടു. അവന്റെ വീട്ടിലും അതേപോലെ തന്നെ അവന്റെ ചുറ്റുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വലിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അറിയാനുള്ള ആഗ്രഹം ആ കൊച്ചു കുഞ്ഞിന്റെ മനസ്സിൽ തോന്നി, ഇതെന്തോ സംഭവം എന്നറിയാൻ. അവൻ ആ സ്ഥലത്തേക്ക് ഓടി. ആ ചേട്ടന്റെ അടുത്ത് നിന്ന് കുറച്ചു നേരം ആ ചേട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. ചേട്ടൻ ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തു? അവൻ തിരിച്ചങ്ങ് ക്ലാസ്സിൽ പോയി. അടുത്ത ദിവസം ഇതേ സമയത്ത് അവൻ നോക്കിയപ്പോൾ ആ ചേട്ടൻ അവിടെ ഉണ്ട്. അവൻ നേരെ ചെന്നു. ചേട്ടൻ്റെ അടുത്ത് ഇത് എന്തോ സംഭവം എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, ഇത് വലിച്ചാൽ നല്ല സുഖമാണ്, നീ ഒന്ന് വലിച്ചു നോക്കാൻ പറഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ട് അവൻ മേടിച്ചു വലിച്ച് പെട്ടെന്ന് തന്നെ ചുമച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ട് അവൻ തിരിച്ചു പോയി. 3ാമത്തെ ദിവസവും അവൻ നോക്കിയ സമയത്ത് ചേട്ടൻ അവിടെ ഉണ്ട്. നേരെ എന്ത് ചെയ്തു? അവൻ അവിടെ ചെന്നു, ഈ സാധനം മേടിച്ചു വലിച്ചു. പക്ഷേ 4ാമത്തെ ദിവസമായപ്പോൾ ഈ പറയുന്ന ആ ടൈം, ഇന്റർവെൽ ബെല്ലടിക്കുന്ന ആ ടൈമിന് തൊട്ട് മുമ്പ് തന്നെ ഈ കുട്ടിക്ക് എന്തോ ഒരു ഇത്, അതായത് നമുക്കറിയാം ചില സമയങ്ങളിൽ നമ്മൾ ചായ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാം, വൈകുന്നേരം 4 മണിക്ക് സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ആൾക്കാർക്ക് അന്ന് വൈകുന്നേരം 4 മണിക്ക് ചായ ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തലവേദന വരും അല്ലേ? കാര്യം എന്തുവാ? അതിൻ്റെ അകത്തെ ടാനിനാണ്. ടാനിൻ വലിയ ഡ്രഗ് ഒന്നുമല്ല, എങ്കിൽ പോലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഈ ടാനിൻ നമ്മുടെ ശരീരത്തിൽ ഇത് വീണ്ടും ആവശ്യപ്പെടുകയാണ്. അതേപോലെ ഇയാൾ വലിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? കഞ്ചാവ് ബീഡിയായിരുന്നു. ഈ കുട്ടിക്ക് പെട്ടെന്ന് ഇത് കിട്ടണമെന്നുള്ള ആകാം. അവൻ നേരെ ആ പയ്യന്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് തരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത്രയും ദിവസം 2 ദിവസം ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് തന്നു, ഇനി വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു, എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല, ഞാൻ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം, എനിക്ക് ഇപ്പോൾ തൽക്കാലം ഒന്ന് വലിക്കാന്താന്ന് പറഞ്ഞു. അയാൾ വലിക്കാൻ കൊടുത്തു. പിറ്റേ ദിവസം ഇവൻ വീട്ടിൽ കൂലിപ്പണിക്കാരിയായ അമ്മയുടെ കയ്യിൽ നിന്നുള്ള പൈസ മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു, പിടിക്കപ്പെട്ടു. ഇവൻ നേരെ അയാളടുത്ത് ചെന്നു. അടുത്ത് ചെന്ന് കഴിഞ്ഞ് അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത്, നിന്റെ പൈസ ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി, എല്ലാ ദിവസവും രാവിലെ നീ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് ഞാൻ നിനക്കൊരു പൊതി തരും. നിന്റെ പോലെ ഇത് ഉപയോഗിക്കുന്ന കുറേ ആൾക്കാർ ഈ സ്കൂളിൻ്റെ അകത്തുണ്ട്. എനിക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന ആൾക്കാർ, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഐഡന്റിഫിക്കേഷൻ ഏത് ക്ലാസ്സിലാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കാം, അവൻ നിന്നെ ഒന്ന് സമീപിക്കാൻ, നീ ഓരോ ബീഡി ഓരോരുത്തർക്ക് കൊടുക്കുക, ഒരെണ്ണം നീ ഫ്രീ ആയിട്ട് എടുത്തേക്കുക. ഇതാണ് മയക്കുമരുന്നുകാരുടെ മോഡസ് ഓപ്പറാൻഡി. ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് സാറ്റർഡേ ദിവസം എവൻ പഠിക്കുന്ന സ്കൂളിൽ എന്ത് ചെയ്തു? എവൻ ചെന്നിട്ട് സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞു, അവിടെ സെക്യൂരിറ്റി പറഞ്ഞു എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, ക്ലാസ് ഒന്നുമില്ല, നീ പോകാൻ പറഞ്ഞു. സെക്യൂരിറ്റി കാണാതെ അകത്ത് കയറി 3ാമത്തെ നിലയുടെ മുകളിൽ കയറിയിട്ട് താഴെ ചാടി. സ്വബോധമുള്ള കുട്ടി ചെയ്യുമോ? എങ്ങനെയാണ് അവൻ ചെയ്യേണ്ടി വന്നത്? അവൻ ഇതിന് അഡിക്റ്റായി. ഈ ഒരു വീഡിയോ ആണ് എവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യ വിഷൻ ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കണ്ണൂരുള്ള ഒരു സീനാണ്, ഒരു ബൈറ്റാണ് വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരുള്ള തൻ്റെ മകൻ, അച്ഛൻ ലോഡിംഗ് തൊഴിലാളിയാണ്, അച്ഛൻ ഈ പറയുന്നതാണ് ബീഡിയൊക്കെ വലിക്കുന്ന ആളാണ്. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? മകനും ചെറുതായിട്ട് ബീഡിയൊക്കെ വലിച്ചു തുടങ്ങി. ഈ ബീഡി വലി കണ്ടിട്ട് അമ്മ എന്ത് ചെയ്തു? മിണ്ടിയില്ല, പുറത്ത് പറഞ്ഞില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എടുത്തിട്ട് അടിക്കും എന്നുള്ള പേടി. അമ്മ ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ്. ആദ്യം തന്നെ മുളയിൽ നുള്ളേണ്ടതിന് പകരം എന്ത് ചെയ്തു? അവര് സപ്രസ് ചെയ്ത് വെച്ചു, അടക്കി വെച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുട്ടിയും പയ്യെ ബീഡിയിൽ നിന്ന് മാറിയിട്ട് കഞ്ചാവ് ബീഡിയിലോട്ട് പോയി. അവൻ എന്ത് ചെയ്തു? പൈസ കിട്ടാതായപ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് പണം മോഷ്ടിക്കാനായിട്ട് തോന്നി.
അച്ഛൻ്റെ പോക്കറ്റിൽ പൈസ ഇല്ല. ഉടനെ ഉമ്മയുടെ അടുത്ത് പറഞ്ഞു മര്യാദയ്ക്ക് എനിക്ക് പൈസ തരാൻ പറഞ്ഞു. ഉമ്മ പറഞ്ഞു പൈസയൊന്നുമില്ല. അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഉമ്മയുടെ അടുത്ത് പൈസ തരാൻ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു പൈസയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അവൻ പുറത്തിറങ്ങി പോയിട്ട് വേലിപ്പത്തലുണ്ടല്ലോ, കൊന്നക്കമ്പ്, ഒടിച്ചിട്ട് വന്ന് ഉമ്മയെ തലങ്ങും വിലങ്ങും അടിച്ചു. ചോര ഒലിച്ചുകൊണ്ട് നിൽക്കുന്ന ഉമ്മയെ കാണിച്ചുകൊണ്ടാണ് അടുത്ത ബൈറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ കഥയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. നടന്ന കഥ, 2014 കാണിച്ച കഥ. ഇത് നമ്മുടെ വീടുകളിൽ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ വീടുകളിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെയോ നമ്മുടെ കൊച്ചുമക്കളെയോ തീർച്ചയായിട്ടും സ്നേഹത്തോടെ വളർത്തുക. ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയെയോ പോലെ വളർത്തുക. എല്ലാ കാര്യങ്ങളും അന്നന്ന് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു സോഴ്സ് ആ കുട്ടിക്ക് ഉണ്ടാക്കിയെടുത്താൽ യാതൊരു കാരണവശാലും കുട്ടി വഴിതെറ്റില്ല. അവിടെ പിന്നെ കൗൺസിലിങ്ങോ ഡി അഡിക്ഷനോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ പോലീസ് ഡിപ്പാർട്ട്മെന്റോ എങ്ങും പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് ഇറങ്ങും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധിക സമയമില്ല. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, താങ്ക് യു.